ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, നമ്മൾ കുറേ ദിവസങ്ങളായി ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത് കാത്തിരുന്ന ക്രിസ്മസ് ആഗതമായി. എങ്ങും വർണ്ണവെളിച്ചം, മനോഹരമായ നക്ഷത്രങ്ങൾ, എല്ലാ വീട്ടിലും ദേവാലയങ്ങളിലും പുൽക്കൂടും ഒരുങ്ങിക്കഴിഞ്ഞു. ഈ പുൽക്കൂട്ടിലേക്ക് നോക്കുമ്പോൾ മനസ്സ് ആർദ്രമാവുന്നു, ഹൃദയത്തിൽ സമാധാനം നിറയുന്നു, ഹൃദയം മന്ത്രിക്കുന്നു. എത്ര പ്രകൃതി സൗഹൃദമായ ഒരു ജനനമായിരുന്നു അവൻ്റേതെന്ന്. സത്യമാണ്, അവൻ ജനിച്ചു വീണത് ഒരു കാലിത്തൊഴുത്തിൽ, ആടുകളോടും പശുക്കളോടുമൊക്കെ ഒത്ത്. അവൻ്റെ ജനനത്തെ വിളിച്ചറിയിക്കുവാനായിട്ട് ഒരു നക്ഷത്രം ഉണ്ടായിരുന്നു. അവൻ സൗമ്യമായി കിടന്നുറങ്ങിയത് വൈക്കോൽ പുറത്ത്. എത്ര പ്രകൃതി സൗഹൃദമായിട്ടായിരുന്നു അവൻ ജനിച്ചു വീണത്. അവൻ്റെ ജീവിതം മുഴുവൻ ഈ പ്രകൃതിയെ ഒരു സഹോദര ഭാവത്തിൽ കണ്ട് അനുഭവിച്ചു കൊണ്ടുമായിരുന്നു. അവൻ പ്രാർത്ഥിക്കുവാനായി പോയത് മലയിലേക്കായിരുന്നു. തീരങ്ങളിലായിരുന്നു അവൻ കൂടുതൽ സമയം ചിലവഴിച്ചത്. ചിലപ്പോൾ പ്രകൃതി ക്ഷോഭിച്ചപ്പോൾ അവൻ പതുക്കെ ഒന്ന് ശകാരിച്ചു. ഉടനെ പ്രകൃതി അടങ്ങി ശാന്തമായി എന്ന് വചനം പറയുന്നു. അവന് സങ്കടം വന്നപ്പോൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കുവാനായിട്ട് അവൻ പോയത് ഒലിവ് തോട്ടത്തിന് നടുവിലായിരുന്നു. ഇത്രയും പ്രകൃതി സൗഹൃദമായിട്ട് ജീവിച്ച അവൻ മരിച്ചപ്പോൾ പ്രകൃതി ചങ്കുപൊട്ടി കരഞ്ഞു, പാറകൾ പിളർന്നു എന്ന് വചനം സാക്ഷ്യപ്പെടുത്തുന്നു. ഇങ്ങനെയൊക്കെ ജീവിച്ച അവൻ നമ്മളെ മനോഹരമായിട്ടുള്ള ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു. ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കണമെന്നവൻ പറഞ്ഞു. ഞങ്ങളുടെ പിതാവേ എന്ന് പറയുമ്പോൾ അത് മനുഷ്യരെ മാത്രം ചേർത്തല്ല, ദൈവം സൃഷ്ടിച്ച ഈ സകല പ്രപഞ്ചത്തെയും സഹോദര തുല്യം കണ്ട് പ്രാർത്ഥിക്കണമെന്നാണ് അവൻ ഓർമ്മപ്പെടുത്തിയത് എന്നൊരു ഭാഷ്യം വായിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സ്വർഗസ്ഥനായ പിതാവേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ മനുഷ്യരോടും സർവ്വപ്രപഞ്ചങ്ങളോടും കൂടെ ചേർന്നുകൊണ്ട് ഈ പ്രപഞ്ചത്തിൻ്റെയും മനുഷ്യൻ്റെയും മുഴുവൻ സൃഷ്ടാവായ ദൈവത്തെ പിതാവായി കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുക. അങ്ങനെ നിരന്തരം പ്രാർത്ഥിക്കുന്ന ഒരാൾക്ക് ഈ പ്രകൃതിയെ സഹോദരരായി കാണുവാനായിട്ട് കഴിയും. അതിനാണ് ക്രിസ്തുവായി രൂപാന്തരപ്പെടുക എന്ന് രണ്ടാം ക്രിസ്തു എന്ന് വിളിക്കപ്പെടുന്ന വിശുദ്ധ ഫ്രാൻസിസ് അസീസി നമ്മെ പഠിപ്പിച്ചു. ക്രിസ്തുവിനെ സ്നേഹിച്ച് ക്രിസ്തുവിൻ്റെ ക്ഷതങ്ങൾ പോലും തൻ്റെ ശരീരത്തിൽ പേറി ക്രിസ്തുവായി രൂപാന്തരപ്പെട്ട അയാൾ സൂര്യനെ വിളിച്ചത് സഹോദരൻ എന്നും ചന്ദ്രനെ വിളിച്ചത് സഹോദരി എന്നുമായിരുന്നു. ഭൂമിയെ സഹോദരൻ എന്ന് വിളിച്ചപ്പോൾ അയാൾ കാറ്റിനെ സഹോദരി എന്ന് വിളിച്ചു. ഇന്നും സഭ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് വിശ്വസിക്കുക, ക്രിസ്തുവായിട്ട് രൂപാന്തരപ്പെടുക, ക്രിസ്തുവിൻ്റെ മൂല്യങ്ങൾ ജീവിക്കുക എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ പോലെ പ്രകൃതിയോട് ചേർന്ന് ജീവിക്കുന്നതിനാണ് എന്ന് സഭ ഇന്നും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 2008 നമുക്ക് പ്രിയങ്കരനായ ബെനഡിക്ട് പാപ്പ നമ്മെ ഓർമ്മപ്പെടുത്തി, പ്രകൃതിയോട് നമ്മൾ ചെയ്യുന്ന എല്ലാ ദുരന്തങ്ങളും പ്രകൃതിയെ നശിപ്പിക്കുന്നത് മാരകമായ പാപങ്ങളിൽപ്പെടുന്ന ഒന്നാണെന്ന്. 2010 സമാധാന ദിനത്തിൽ അദ്ദേഹം ലോകത്തോട് പറഞ്ഞു, ലോകത്തിൽ സമാധാനമുണ്ടാകണമെങ്കിൽ നമ്മൾ പ്രകൃതിയെ സംരക്ഷിക്കണമെന്ന്. ഇതൊക്കെ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു സത്യമുണ്ട്. ക്രിസ്തുവായി രൂപാന്തരപ്പെടുക, ക്രിസ്തുവിൻ്റെ മൂല്യങ്ങളനുസരിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞാൽ ക്രിസ്തു ജീവിച്ചതുപോലെ പ്രകൃതിയെ സ്നേഹിച്ചും പ്രകൃതിയോട് സഹോദര ഭാവത്തിൽ ഇടപഴകിയും പ്രകൃതിയെ സംരക്ഷിച്ചും ഈ പ്രകൃതിയെ അടുത്ത തലമുറയ്ക്കായി കാത്തുവെച്ചുകൊണ്ടും ദൈവത്തെ നിരന്തരം മഹത്വപ്പെടുത്തുന്ന പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ടുമാണ് ഈ ക്രിസ്തുമസ് ദിനത്തിൽ. അതുകൊണ്ട് തന്നെ നമുക്കൊരു തീരുമാനമെടുക്കാം. എൻ്റെ ജീവിതം പ്രകൃതിക്കിണങ്ങിയതായിരിക്കും. പ്രകൃതിയെ സഹോദര തുല്യം കണ്ടുകൊണ്ട് അതിനെ സംരക്ഷിച്ചും അതിനെ സ്നേഹിച്ചും വരും തലമുറയ്ക്കായി ക്രിസ്തുവിനെ പോലെ കാത്തുവെച്ചുകൊണ്ട് ഞാൻ ജീവിക്കും. ദൈവത്തിൻ്റെ നാമത്തിന് ഉപരിമഹത്വമുണ്ടാകട്ടെ.